വളരെ ഫേമസ് ആയിട്ടുള്ള ചന്ന മസാലയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 1 കപ്പ് വെള്ളക്കടല ഞാനൊരു 5-8 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോടെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുതിർത്തയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 വിസിലൊക്കെ മതിയാവും ചെയ്തു വരുമ്പോൾ. അപ്പോൾ അതവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2-3 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം വൈനയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ കടല എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം എണ്ണ വേണം ഇതിന്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 സവാള നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ഉണ്ടാവും. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിലെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ നല്ല പോലെ വെന്താൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ല സവാളൻ്റെ കുത്തുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവട്ടെ. നമ്മുടെ കുക്കറിലുള്ള കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല പ്രസ്സായിട്ട് കിട്ടണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് കടല അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കിതേ നമ്മുടെ സവാള ഇതേ ഒന്നും ഇല്ലാത്ത പോലെ കാണാനുണ്ട് കേട്ടോ. മൊത്തം നന്നായിട്ട് വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയും സവാള ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ അരച്ച് ചേർക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, വേവ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ട് ഇനി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു മസാല. നമുക്കിതിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മസാലയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കടല ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തോടെ തന്നെ നമ്മൾ ആ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കടല ഇതിലിരുന്ന് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് കടലയിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് വറ്റുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി പോവും. അപ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടം, കുറച്ചിങ്ങനെ കുറുകിയ പോലെ. ഇത് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് കയ്യിലില്ലാന്ന് വിചാരിച്ച് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, അതുകൂടെ ഉണ്ടെങ്കിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതില്ലെങ്കിലും ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ബട്ടൂറയാണ് അടിപൊളി കോമ്പിനേഷൻ, അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കർണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക്